ഹലോ. കുറച്ച് പേര് ഈ ലെവൽ ഡെവിൽ എന്നുള്ളൊരു ഗെയിം കളിക്കുന്നത് കണ്ടിട്ട് ഞാനൊന്ന് എടുത്തു നോക്കിയതാണ്. ഫസ്റ്റ് ടൈം ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് കളിച്ച് നോക്കുകയാണ്. ഒരുപാട് പേര് കളിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ സിമ്പിൾ ഗെയിമാണെന്ന് പറഞ്ഞു, പക്ഷേ കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ഗെയിം കൂടെയാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്താണ് ഈ ഒരു ഗെയിമെന്ന് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എടുത്ത ഉടനെ കളിച്ച് തുടങ്ങുകയാണ്. എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ള അറിയില്ല. ഇവിടെ ചിലത് കണ്ടിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കൊനിഷ്ടുകളും ഉള്ളൊരു ഗെയിമാണ്. ഓയ്യ. അപ്പോൾ ഫസ്റ്റ് ലെവലൊക്കെ സിമ്പിളായിട്ട് ജയിച്ച് പോകാം കേട്ടോ, കൊള്ളാം. സെക്കൻഡ് മിക്കവാറും ഇവിടെ ഹോൾ, യെസ് ഇവിടെ ഒരു ഹോളുണ്ട്. ഹോയ് ഹോയ് ഹോയ്, രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ ഹോയ് ഹോ യെസ്, സിമ്പിൾ. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ജയിക്കാമെന്നുള്ളൂ. ഉയ്യോ, എന്തോ എൻ്റെ അമ്മ, അത് അത് മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ചാടിയില്ലെങ്കിൽ യാ യാ ആ ഒരു സമയത്ത് ചാടിയോണ്ട് കിട്ടും കേട്ടോ. അതുപോലെ ചാടി ഒട്ടന്നെ കുഴിയിൽ പോയി. നെക്സ്റ്റ് ചാടുക. ചേട്ടാ അമ്മ കിട്ടില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഗെയിമാണ്. വേറെ ജസ്റ്റ് വലിയ കൺട്രോൾസ് ഒന്നുമില്ല. ലെഫ്റ്റ് റൈറ്റ് അപ്പ്, ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഓമ്മേ, അവിടെ ഒരു ട്രാപ്പ് അമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പുറകെ വരും. ഇത് എവിടെയാണ് ചാടിയത്? ഷിറ്റ്, അതൊരു പ്രശ്നമുണ്ട്. കൺട്രോൾ പുറകെ വന്നിട്ട് ചടിക്കോ. യാ, അത് സിമ്പിളായിട്ട്. ഇത് എത്ര ലെവലായി? ലെവൽ സെക്കൻഡ് ലെവലാണ്. ഓക്കെ, താഴെ രണ്ട് മുള്ളിരിപ്പുണ്ട്. ചടി ഉമ്മി, അത് മൂവ് ചെയ്യുന്നൊരു സാധനം വരുന്ന കേട്ടോ. ഇവിടെ ഇത് തട്ടി കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടിത്തെറിയും. മൂവ് ചെയ്ത് യെസ് യാ. ഈ സംഭവം ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കയറിപ്പോകും. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി കളിക്കണം. ഇത് മിക്കവാറും മൂവ് ചെയ്യുന്ന സാധനം ആയിരിക്കുമോ? കുഴപ്പമില്ല. ഓമ്മേ, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സാധനം വരുന്നത്. അതിവിടെ എത്തുന്ന മുമ്പ് ചാടിപ്പോവാം. ഓയ്യ, നിസ്സാരം. ഇത് ആരെങ്കിലും ഒറ്റ കണക്ട് ചെയ്ത് കളിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടോ? പക്ഷേ ഇത് എങ്ങനെയാണ്? ഉമ്മീ, ഇതാ പറഞ്ഞു. യെസ് യാ. ഓക്കെ, ഇപ്പം പിടികിട്ടി ഈ ഒരു സാധനം. ഇതിൽ സ്റ്റെയർ ഇറങ്ങാനാണ്. എന്തോ എൻ്റെ അമ്മ, ആ സാധനം പുറകെ ഉണ്ടായിരുന്നു. ഇവിടെ വലിയ പ്രശ്നം കാണുമെന്ന് തോന്നില്ല. അയ്യോ, എന്താ പാമ്പോ? എടാ ചടിയേ കുഴി. വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. അയ്യോ, അവൻ പുറകെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇതിൽ എത്ര ലെവൽസ് ഉണ്ടെന്ന് അറിയാം. കുറേ ലെവൽസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ തേർഡ് ലെവലിൽ കംപ്ലീറ്റ് ആയി. സംഭവം കൊള്ളാം കേട്ടോ. ഇത് ഡെവലപ്പ് ചെയ്തവനൊരു കുറച്ച് തല ഉള്ളവനാ. സിമ്പിൾ സാധനമാണ്. അയ്യോ, പക്ഷേ പ്രശ്നമുള്ളതുമാണ്. കാരണം കുറച്ച് ട്രിക്സ് ഇല്ലെങ്കിൽ, കുറച്ച് ലോജിക്ക് അല്ലെങ്കിൽ കുറച്ച് ഈ സാധനം ഇവിടെ ഫ്രണ്ടിലുണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ അങ്ങ് പോവാം. ഇവിടെ എവിടെയോ ഉണ്ട് കടാ. ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ കുഴിയുണ്ട്. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ തള്ളിയിടും. ഒമ്മീ, നമ്മൾ വീണില്ലെങ്കിലും പുറകെ നിന്ന് വന്നാൽ അത് തള്ളിയിടും കേട്ടാ. നമ്മളോടാ കളി. കൊള്ളാം കേട്ടോ, നൈസ് കളി, നല്ല രസമുണ്ട് കാണാൻ. അയ്യോ, പക്ഷേ ഇത് നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്നൊരു കളിയാണ് കേട്ടോ. ഇത് കിട്ടിയില്ലെങ്കിൽ വീണ്ടും സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അടിച്ച് തെറിപ്പിച്ചങ്ങ് അപ്പുറത്തെത്തിച്ചു. അതെന്തായാലും ജയിക്കാൻ പറ്റി. ഇതെന്തോ അത്? ആ ബ്രിക്സ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ പുറകേ പോകണം. അത് കൊള്ളാം, നൈസ് കേട്ടോ. ഇത് ഒരുപാട് പേര് കളിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇത് കളി എടുത്ത
കൊള്ളാന്നുണ്ടെടുത്ത് അങ്ങനെ ഈ എൻ്റെ അമ്മി പുറകെ വരുന്നുണ്ട് ഇത്. ഓക്കെ കിട്ടി. ഇനി അത് മണ്ടയ്ക്ക് വരുന്നുമ്പേ യെസ്, ആ ഒരു സാധനം ഒരു ചെറിയൊരു സെക്കൻഡ് അവിടെ നിൽക്കും. കുറച്ച് ഉണ്ടകളുണ്ട് കേട്ടോ. ഡൻ 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 ഡും ടൈം. ഹൈ, അത്ര ഉണ്ടായിരുന്നുള്ള. ഞാനൊരു ഒരു ഉണ്ട എടുത്തില്ല. സിമ്പിളായിരുന്നത്. ഒമ്മേ സിമ്പിളല്ല, അവസാനത്തെ ഉണ്ടായത്തി പ്രശ്നമാ. അവസാനത്തെ അല്ലായിരുന്ന പ്രശ്നം, ഇപ്പം സെക്കൻഡ് ലാസ്റ്റും പ്രശ്നമാണ്. ആ രണ്ടുണ്ടകൾ പ്രശ്നമായിരുന്നു. ഓക്കെ, എൻ്റെ അമ്മയെ അപ്പം എൻ്റെ മണ്ടേ കയറണം. അതുമല്ലേ എൻ്റെ അമ്മി, ഇതെങ്ങനെ? ആ മറ്റേ മുകളിൽ ഇരുന്ന സാധനത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തറയപ്പോവും. അതങ്ങ് മൂവ് ചെയ്ത് പോയി. ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ നിൽക്കാൻ പറ്റും കേട്ടോ. അത് മൂവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മണ്ടയ്ക്ക് ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് പോവാം. ഈ ഉണ്ട എടുത്തിട്ട് പോയാലോ? ഒയ്യോ, അതിൽ തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന സാധനം വരുന്ന കേട്ടോ. അതിൽ തൊട്ട ഡേഞ്ചറാണ്. കൊയ് 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 ഉണ്ടെത്തോ. ആ ബോൾസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സീനാണ്. അപ്പോൾ അതിൽ തൊടാതെ പോവാം, അതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. ഇതെന്തത്? അവിടെ ഒരു കീ ഇരിപ്പുണ്ട്. എന്ത് കീ ആണെന്നറിയില്ല. എടുക്കേണ്ട സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. യെസ്. ഓക്കെ, അപ്പം ലെഫ്റ്റ് പ്രസ് ചെയ്താൽ റൈറ്റിലോട്ട് പോകും. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ലെഫ്റ്റ് പ്രസ് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ ജയിക്കും, അത്രേ ഉള്ളൂ. ഇതും ലെഫ്റ്റ് പ്രസ് ചെയ്താൽ പോവോ? യെസ്. അമ്മീ, ഇതും സെയിമാണ് കേട്ടോ. ലെഫ്റ്റ് പ്രസ് ചെയ്താൽ റൈറ്റിലോട്ട് പോകും, റൈറ്റ് പ്രസ് ചെയ്താൽ ലെഫ്റ്റിലോട്ട് പോകും. ഇത് തേപ്പിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ റൈറ്റ് തന്നെ പ്രസ് ചെയ്യും. റൈറ്റ് അല്ല, ലെഫ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ലെഫ്റ്റ് പ്രസ് ചെയ്ത് റൈറ്റിലോട്ട്, റൈറ്റ്. നമ്മുടെ ഈ അപ്പ് സാധനം നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ് കേട്ടോ. യെസ്, അടിപൊളി. ഷിറ്റ് കണ്ട, ഇത് നമ്മൾ അപ്പ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്താണ് ഈ സാധനം മുകളിലോട്ടാക്കുന്നത്. ഇതെവിടെ നിന്ന് വന്നിത്? യെസ്, അത് നമ്മുടെ കൈ കൺട്രോളിലാണ് ആ ഒരു അപ്പ് സാധനം. ഇതിലില്ല. ഓക്കെ, എൻ്റെ അമ്മി, ഇതെവിടെ പോയത്? ഇത്രയും ചുറ്റത്തെന്തോ അവൻ്റെ കാലെന്തോ സ്പ്രിങ് വച്ചേക്കുന്ന. അത് കിടിലം. ഒന്ന് ജമ്പ് ചെയ്തങ്ങ് പോണ്ടാറടങ്ങി അവൻ്റെ പോയി. ഇതും കണ്ടോ, കൺട്രോൾസ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ലെഫ്റ്റിൽ അമിക്കുക, റൈറ്റിലോട്ട് പോകും, അങ്ങനത്തെ ജമ്പ്. തേഞ്ഞല്ല, ലെഫ്റ്റ്. ഇപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നു, റൈറ്റ് അമിക്കപ്പോൾ റൈറ്റിലോട്ട് പോകുന്നു. ഓപ്പോസിറ്റ് സാധനമാണ് കേട്ടോ. അയ്യോ, അതൊരു മൈൻഡ് ഗെയിമിലോട്ട് കടന്ന്. ലെഫ്റ്റ് അമിക്കുക റൈറ്റിലോട്ട് പോകും, പക്ഷെ അപ്പുറത്തെ ആ ഒരു ബ്രിക്സിലോട്ട് കടന്നു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ഓപ്പോസിറ്റ് സൈഡ് വരും. അടിപൊളി. പക്ഷെ അത് നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ചില്ലെങ്കിൽ സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അങ്ങനത്തെ ഒരു ഐറ്റം. നൈസ്. ഈ പണ്ടാരം തീർന്നില്ലല്ലോ. എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.